Adobe Illustrator പഠിക്കണം എന്ന് ആഗ്രഹിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ സമയവും സന്ദർഭവും എനിക്കൊന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് പുലികളുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ Adobe Illustratorയിലെ പുലികളൊക്കെ പറഞ്ഞു യൂട്യൂബ് നോക്കി പഠിക്കാൻ പറ്റും. പക്ഷെ യൂട്യൂബ് നോക്കി പഠിക്കുന്ന സമയത്ത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ക്ലാസ്സുകൾ മാറ്റി വെക്കാന്നുള്ളതുകൊണ്ട് തന്നെ എനിക്ക് അതത്ര നന്നായി തോന്നിയിട്ടില്ല. എന്നാൽ എൻ്റെ ഒരു കാര്യം വെച്ചിട്ട് ഞാൻ ഇന്നത്തെ കാര്യം നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് ഗണപതി കല്യാണം പോലെ ഇങ്ങനെ നീണ്ടു പോകും. അങ്ങനെ ഞാൻ കുറച്ച് സിംഹങ്ങളുടെ അടുത്ത് പോയി Adobe Illustrator പഠിക്കാൻ വേണ്ടി. പക്ഷെ സിംഹങ്ങളൊക്കെ വലിയൊരു കോഴ്സ് ഫീ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പിന്നെ റീതിങ്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി, നമുക്ക് യൂട്യൂബ് നോക്കി പഠിച്ചാൽ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കുറേ വീഡിയോസ് കാണാൻ വേണ്ടി തുടങ്ങി. കാരണം എനിക്ക് Adobe Illustrator പഠിക്കുക എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ നോക്കി ഞാനങ്ങനെ കുറച്ചൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പഠിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് കൂടി പകർന്ന് നൽകി കഴിഞ്ഞാൽ നമ്മൾ അറിവ് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആർക്കാ പറഞ്ഞു തരാം നിങ്ങൾക്കല്ലാതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ വ്യൂവേഴ്സിന് കൂടി പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ Adobe Illustratorൻ്റെ ഒരു സീരീസ് ക്ലാസ് ഞാൻ എത്രത്തോളമാണ് പഠിക്കുന്നത്, എനിക്ക് എത്രത്തോളം മടുപ്പ് വരുന്നവരെ ഞാൻ പഠിക്കുന്നത്, അതുവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ മെയിനായിട്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയ ഒരു യൂട്യൂബ് ചാനലാണ് മാസ്റ്റർ മീഡിയ എന്നുള്ള ചാനൽ. അതിൽ ഭയങ്കര നമുക്ക് എളുപ്പമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന വിധത്തിൽ തന്നെ ഇക്ക പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ Adobe Illustrator പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നേരെ നമുക്ക് പഠിക്കാൻ വിട്ടാലോ? നമ്മൾ ആദ്യം തന്നെ Adobe Illustrator തുറക്കണം. അതിന് സ്റ്റാർട്ടിൽ പോയിട്ട് Illustrator നമ്മൾ ഓപ്പൺ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പേസിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Illustrator ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ Adobe Illustrator എന്ന് പറഞ്ഞാൽ CS6 ആണ്. ഇത് കുറച്ച് ഓൾഡൻ വേർഷനാണ്, അത്ര പുതിയതൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്താ പറയുക ക്രാഫ്റ്റാണ്. വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെസ്സേജസ് ആണ് ഗ്രാഫിക് ഡിസൈനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Adobe Illustrator എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. വെക്റ്റർ ഗ്രാഫിക്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഇല്ലുസ്ട്രേറ്ററിലാണ്. വെക്റ്റർ ഗ്രാഫിക്സിൽ നമ്മൾ എത്ര തന്നെ സൂം ചെയ്താലും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെടുന്നില്ല. അതേസമയം ബിറ്റ് മാപ്പ് അല്ലെങ്കിൽ റേസ്റ്റർ ഗ്രാഫിക്സ് ആണെന്നുണ്ടെങ്കിൽ അത് ഓരോ പിക്സലായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സൂം ചെയ്യുന്നോറും അതിൻ്റെ ക്ലാരിറ്റി നഷ്ടപ്പെട്ട് പോയേക്കാം. ഇല്ലുസ്ട്രേറ്ററിൽ എല്ലാ ഡിസൈനിങ് സോഫ്റ്റ്വെയറിൽ ഫോട്ടോഷോപ്പിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു സൈഡിൽ ടൂൾ ബാർ ഉണ്ട്, അതുപോലെ തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ മെനു ബാർ ഉണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് എടുക്കുന്നത് പോലെ തന്നെ ഫയലിൽ പോയിട്ട് ന്യൂ എടുക്കുക, അല്ലെങ്കിൽ Ctrl+N പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പുതിയ ഒരു പേജ് എടുക്കാം. ന്യൂ പേജ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഇതിന് ഡോക്യുമെൻറ്റിന് പേര് കൊടുക്കണം. പേര് കൊടുക്കുന്നത് ഞാൻ Art 1 എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പ്രൊഫൈൽ സെലക്ട് ചെയ്യണം. പിന്നെ അതിൽ പ്രിൻ്റ് ആയിരിക്കാം അതിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടാവല്. പ്രിൻ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രിൻ്റ് തന്നെ ഇവിടെ എടുക്കുന്നത്. പിന്നെ നമ്പർ ഓഫ് ആർട്ട് ബോർഡ്സ് ഉണ്ട്, എത്ര ആർട്ട് ബോർഡ് വേണം എന്നുള്ളത്, 1 2 3 എത്ര വേണമെങ്കിലും നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ ഒന്ന് മാത്രം മതി, അതുകൊണ്ട് ഒന്നാണ് എടുക്കുന്നത്. പിന്നെ സൈസ് ഇവിടെ സെലക്ട് ചെയ്യണം. ലെറ്റർ, ലീഗൽ, A4 അങ്ങനെയൊക്കെ. A4 നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, പരിചയമുള്ളൊരു സൈസാണ്. അപ്പോൾ ഞാനിവിടെ A4 തന്നെയാണ് എടുക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചസിലോ മില്ലിമീറ്ററിലോ സെൻറ്റിമീറ്ററിലോ എന്ത് വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഞാനിവിടെ ഇഞ്ചസിലാക്കി. പിന്നെ ഓറിയൻറ്റേഷൻ പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ആണുള്ളത്. ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ തിരിച്ചു പിടിച്ചാലുള്ള ആ പൊസിഷനെയാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ A4 സൈസിൽ പേപ്പറിൽ നേരെ പിടിച്ച് എഴുതുന്നതൊക്കെ പോർട്രേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. ഞാനിവിടെ തൽക്കാലം ലാൻഡ്സ്കേപ്പാണ് എടുക്കുന്നത്. പിന്നെ ബ്ലീഡ് എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടില്ല. അത് പ്രിൻറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സംഭവം എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. നമ്മളെല്ലാം ചെയ്തു. പിന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട്. ടെംപ്ലേറ്റ്സ് ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതും പറഞ്ഞിരുന്നില്ല. ഓക്കെ കൊടുക്കാം. ഇതാണ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇത് നേരെ കുത്തനെ വരുന്നതാണ് പോർട്രേറ്റ്. പിന്നെ ഇവിടെ ഒരുപാട് ടൂൾസ് ഉണ്ട്. ആദ്യം വരുന്ന ടൂൾസ്
ആദ്യം വരുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ടൂളാണ്. വി ആണ് ഇതിൻ്റെ ഷോർട്ട് കീ. സെലക്ഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ആർട്ട് ബോർഡിൽ എന്തെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കണം. ആ ഇമേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടൂള് സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ തൽക്കാലം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ടൂള് യൂസ് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ വരക്കുന്നുണ്ട്. റെക്റ്റാങ്കിൾ ടൂളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിൾ വൈറ്റ് കളറാണുള്ളത്. അപ്പോൾ നമുക്കിടുന്ന് മുകളിൽ വെച്ചിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ സ്ട്രോക്ക് കളറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സ്ട്രോക്ക് കളർ ഞാനൊരു ബ്ലാക്ക് കൊടുക്കുകയാണ്. സ്ട്രോക്ക് 1 ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റാത്തത്. ഞാനിവിടെ ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുകയാണ്. ഞാനിതിൻ്റെ സൈസ് കൂട്ടി കൊടുത്തു. സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോർഡറാണ്. അതിന് നമ്മൾ ഫോട്ടോഷോപ്പിലും ഇതേപോലെ സെയിം ഉണ്ട്. അതിന് നമ്മൾ സ്ട്രോക്ക് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഷേപ്പൊക്കെ നമുക്കിവിടുന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഒരു സൈഡിൽ മാത്രമായി, ഇങ്ങനെയായി, ഇതൊക്കെ നമുക്കിവിടുന്ന് മാറ്റി മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു സ്റ്റൈലൊക്കെ നമുക്കിവിടുന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ബ്രഷിൻ്റെ ഇതൊക്കെ മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓരോന്ന് സെലക്ട് ചെയ്ത് ഇതേപോലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓരോന്ന് കൊടുക്കുന്നതിനനുസരിച്ച് അതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. സാധാരണ ബേസിക്കായിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവില്ലേ. തൽക്കാലം ഞാനിവിടെ ഇതേപോലെ ഒന്ന് കൊടുത്തു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിനാൽ അതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും മാറ്റി കൊടുക്കാനൊക്കെ പറ്റും. സെലക്ട് ചെയ്ത് വെക്കാനും പറ്റും. ഇനി ഞാൻ വേറൊരു റെക്റ്റാങ്കിൾ കൂടി വരക്കുകയാണ്. വേറെ റെക്റ്റാങ്കിൾ കൂടി വരച്ചു. ഞാനത് സെലക്ട് ചെയ്ത കളറ് ഉള്ളത് കൊണ്ടാണ് റെഡ് തന്നെ വന്നത്. അപ്പോൾ ഞാൻ വേറെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഒരു ബ്ലൂ കൊടുക്കാം. അതിൻ്റെ സ്ട്രോക്ക് കളറ് ഒരു ഗ്രീൻ കൊടുക്കാം. സ്ട്രോക്കിൻ്റെ സൈസ് ഇവിടെ താഴോട്ടേക്കും ഇവിടുന്ന് മാറ്റാൻ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് കൂട്ടി കൊടുക്കാം. അതിൻ്റെ സൈഡ് ഇങ്ങനെ കൊടുത്തു. ഷേപ്പ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ 2 റെക്റ്റാങ്കിൾ വരച്ചു. നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ കളർ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. ഈ കളർ കൊടുക്കാം, ഇങ്ങനെ മാറ്റി കൊടുക്കാം. പിന്നെ കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ നണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കളറൊന്നും ഇല്ലാതെ കിട്ടും. പിന്നെ ഇവിടെ ഗ്രേഡിയൻറ്റ് കൊടുക്കാം. ഗ്രേഡിയൻറ്റ് നമുക്ക് ഇവിടുന്ന് കളറ് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇഷ്ടമുള്ള കളർ ഇതേപോലെ കൊടുക്കാം. അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ യൂസ് ചെയ്ത് കാരണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു റെക്റ്റാങ്കിളൂടെ ഞാൻ വരക്കാം. ഇതിൻ്റെ കളറ് ഗ്രേഡിയൻ്റ് അല്ല, സോളിഡ് കളർ. ഇതിന് സോളിഡ് കളർ എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു സോളിഡ് കളർ ഇവിടുന്ന് കൊടുക്കാം. കളർ അങ്ങനെ കൊടുത്തു. സ്ട്രോക്ക് കൂട്ടിക്കൊടുത്തു. സ്ട്രോക്ക് കളറ് ഒരു റെഡ് കൊടുക്കാം. അങ്ങനെ 3 റെക്റ്റാങ്കിൾ വരച്ചു. അപ്പോൾ ഓരോ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചും നമുക്ക് ഈ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇങ്ങനെ വലിക്കുകയാണെന്നുണ്ടെങ്കിൽ 3ഉം ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. 3ൻ്റെ സൈസ് ഒരുമിച്ച് കൊടുക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഞാനിതിന് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പായി. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്താലും ആ ഗ്രൂപ്പ് മാത്രമേ സെലക്ട് ആവുള്ളൂ. ഗ്രൂപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് മാത്രമായിട്ടാണ് സെലക്ട് ആവുന്നത്. പിന്നെ റെക്റ്റാങ്കിൾ ടൂൾ പോലെ തന്നെ റെക്റ്റാങ്കിൾ ടൂളിൻ്റെ താഴെ വരുന്നതാണ് റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഡ്ജൊക്കെ റൗണ്ട്നെസ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ റൗണ്ട്നെസ് നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തിട്ടില്ല. റൗണ്ട് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കോർണർ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇഞ്ചാണ്. ആ ഇഞ്ച് എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടിയോ കുറച്ചോ ഒക്കെ കൊടുക്കാം. ഞാനൊരു 2.something കൊടുത്തു. അപ്പോൾ നമുക്കൊരു സർക്കിളായിട്ട് വന്നിട്ടുണ്ടത്. നമുക്ക് വലിച്ച് നീട്ടി സൈസൊക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. ഇഷ്ടം പോലെ നമുക്ക് അതിൻ്റെ റൗണ്ട്നെസ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും.
കുറച്ച് പുതിയ വേർഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡോട്ട്സ് ഉണ്ടാവും, 4 ഡോട്ട്സ് ഉണ്ടാവും. ആ 4 ഡോട്ട്സ് പിടിച്ചിട്ടും നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ട്നെസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എൻ്റെത് കുറച്ച് പഴയ വേർഷൻ ആയതുകൊണ്ടാണ് ഈ റൗണ്ട് റെക്റ്റാങ്കിളുടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയ റെക്റ്റാങ്കിളിൽ വരച്ചിട്ട് തന്നെ അതിൻ്റെ റൗണ്ട്നെസ് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കിവിടെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റൗണ്ട്നെസ് കൂട്ടിയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് അല്ല, ക്ലിക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കോർണർ റേഡിയസ് ഇതേപോലെ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്തതിന് നമുക്ക് റെക്റ്റാങ്കിൾ വരും. അപ്പോൾ അതിൻ്റെ സൈസ് ഇഷ്ടം പോലെ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് വലുതാക്കിയും ചെറുതാക്കിയും ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടെ കമൻറ്റായി ചേർക്കാം. അപ്പോൾ എനിക്ക് അറിയുന്നതാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്താണ് അത്, എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാന്നുള്ളത് ഞാനും അറിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. പാർട്ട് 2 ഞാനിടാം ഉടനെ തന്നെ. അപ്പോൾ ബൈ. ക്ലാസ്സുകൾ മാറ്റി വെക്കാന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അത് ഓപ്റ്റ് ചെയ്തിട്ട്